ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ പാട്ടൊക്കെ ഇട്ട് മക്കളൊക്കെ നല്ല ഡാൻസ് കളിയിലാണ്. അടിപൊളിയല്ലേ? ഇങ്ങനെ ചില്ലടിച്ച് പോയി നമ്മളെ സ്വന്തക്കാരെ വീട്ടിൽ കല്യാണ്ടാകുമ്പോഴല്ലേ പാട്ടൊക്കെ ഇടുമ്പോൾ നമുക്ക് തുള്ളിച്ചാടാനൊക്കെ പറ്റുള്ളൂ. ലച്ചൂസ് നല്ല ഡാൻസിലില്ല, പാട്ടിട്ടപ്പോൾ തുടങ്ങിയിരിക്കണ ഓള് കളിക്കൽ. ഓക്ക് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക എന്നുള്ളതൊക്കെ ഓക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിലൊക്കെ നല്ല അത്യാവശ്യം എന്താണോ ഭയങ്കര ദാഹം. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോയി പുറത്ത് പോയി വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് ജസ്റ്റ് ചെറുതായിട്ട് ലേറ്റായിട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ പോന്നപ്പോൾ ഇവിടെ ചോറ് റെഡി ആയിക്കണ് പറഞ്ഞ് വിളിച്ചു. പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഓല് വീട്ടിൽ നിന്ന് വന്നിരുന്നു ഡ്രസ്സൊക്കെ കൊടുക്കാൻ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല വീഡിയോസ് എടുക്കണത്. പിന്നെ എൻ്റെ താത്തമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഓല് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ അതുകൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. കണ്ടോ, നമ്മളെ ഹാമിക്കുട്ടൻ അടിപൊളിയായി കഴിച്ചിരുന്നു. ഓന് ഭയങ്കര ചില്ല് വൈബായിക്കണം. ഓൻ ജനിച്ചിട്ട് ആദ്യമായിട്ട് കാരണം ഇങ്ങനൊരു കല്യാണം സ്പോട്ടും ഡാൻസൊക്കെ ഇട്ടൊരു കല്യാണം അറിയണത്. കാരണം നമ്മളെ സ്വന്തക്കാരോട് ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് അങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് നല്ല വൈബ് ചെയ്യുന്നു. അവരെല്ലാവരും സ്റ്റേജിൽ കയറി അടിപൊളിയായി കഴിച്ചു. എല്ലാ മക്കളും ഒന്നൊക്കെ ആരും പറയാല്ല, എല്ലാവരും നല്ല അടിപൊളിയായി കഴിച്ചു. കണ്ടോ, ഓൾക്ക് കാരണം ന്യൂ ജനറേഷൻ മക്കളല്ലേ, ഓൾറെഡി അങ്ങനെ തന്നെ ആവും. ഇപ്പോൾ ആക്കണു പല സ്റ്റെപ്പിലും പല കോലത്തിലും പാട്ടിനനുസരിച്ച് ഇതാക്കണു. ലച്ചൂസ് ചാടി കളിക്കണം. ഓക്ക് പിന്നെ ഓൾറെഡി എപ്പോഴും പാട്ടിട്ട് ഡാൻസ് കളിക്കുക അങ്ങനെയൊക്കെ ഓരോരു മൈൻഡാണ് ഓക്ക് ചെറുപ്പത്തിലേ. അതുകൊണ്ടാണ് അത്ര ഇതായി കളിക്കണത്. ഓക്കെ ഏത് പാട്ട് ചോദിച്ചാലും ഓള് പാടും ചെയ്യും കളിക്കും ചെയ്യും. അങ്ങനെ ആ ഒരു മൈൻഡിക്കുള്ള ഒരാളാണ് ഓള്. പിന്നെ താത്താൻ്റെ മോളുണ്ട്, ഓള് ഡാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്. വലിയ താത്താൻ്റെ മോളും അവിടുത്തെ കുഞ്ഞാമാൻ്റെ മോളുടെ ഡാൻസും. കാരണം ഞാൻ മ്യൂസിക് ഇടണം എന്നാണ് വിചാരിച്ചതായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് കോപ്പിറൈറ്റ് വരികയാണ്. അങ്ങനെ ഒരുവിധം മ്യൂസിക്കൊന്നും യൂട്യൂബിൽ പറ്റൂല. ഞാൻ ഒരുവിധം മ്യൂസിക്കൊക്കെ ഇട്ട് നോക്കി, പക്ഷെ ഒക്കെ കോപ്പിറൈറ്റ് വരികയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒഴിവാക്കിയതാണ്. നല്ല അടിപൊളി ഡാൻസ് ചെയ്യുന്നു കേട്ടോ, ഒന്നും പറയാമല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു. ഒരു 2-3 ആഴ്ച മുന്നേ പഠിക്കൽ തുടങ്ങിയിരിക്കണേ. ഞങ്ങളുടെ കലാപരിപാടി ഇതിലെവിടെ ഞാനിന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇതിൽ ഞാൻ എവിടെയെന്ന് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കാരണം സ്റ്റെപ്പൊക്കെ പഠിച്ചാൽ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ അടിപൊളിയായി പഠിച്ചു പോയതായിരുന്നു. പിന്നെ ഒരാഴ്ച ഒരു ബ്രേക്കായി, കളിക്കാൻ പറ്റിയില്ല, കാരണം അവർക്ക് കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റേജിൽ നിന്നാണ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ചാൻസും കൂടിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആകെ കോളേജ് സ്റ്റെപ്പൊന്നും അറിയില്ല. അപ്പോൾ മുന്നിൽ നിൽക്കണ പോത്തുമ്മക്ക് നല്ല അറിയും. ഓളത്ത് കണ്ടാൽ ഞങ്ങളെല്ലാവരും കഴിച്ചിരുന്നത്.
ബ്രൈഡ് അറിയാതെ ബ്രൈഡിൻ്റെ തുള്ളലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതോടുകൂടി പ്രോഗ്രാമൊക്കെ അവസാനിച്ചു. പിന്നെ നമ്മൾ നേരെ വിട്ട് വീട്ടിലേക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.